ഇവിടെ ഓവർ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു നാട്ടിലെ രാജാവ് തന്റെ മകൾക്ക് കല്യാണം ആലോചിക്കുന്നതിന്റെ ഭാഗമായി ഒരു മൃഗത്തിന്റെ തൊലിയെല്ലാം ചുമരിൽ കൊണ്ടുപോയി കെട്ടിയ ശേഷം ഇത് എന്തിന്റെ തൊലിയാണെന്ന് കൃത്യമായി പറയുന്നവർക്ക് മാത്രമേ തന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നു. സുന്ദരിയായിട്ടുള്ള രാജാവിന്റെ മകൾക്ക് ഇതിനോട് അത്ര താല്പര്യമില്ലെങ്കിലും അച്ഛനെ എതിർക്കാൻ വേണ്ടി സാധിക്കാത്തത് കൊണ്ട് അവളും ഈ തീരുമാനത്തിന് ഓക്കെ എല്ലാം പറയുന്നു. ആദ്യമായി ഒരു പ്രായമായ വ്യക്തി ഇതിൽ പങ്കെടുക്കാനായി വന്നതും അയാൾ രാജാവിന്റെ സമ്മതത്തോടെ തോലെല്ലാം പിടിച്ചു നോക്കിയ ശേഷം ഇത് ഒരു മാനിന്റെ തൊലിയാണെന്ന് പറയുന്നു. രാജകുമാരി അയാളെങ്ങാനും സത്യം പറഞ്ഞാൽ താൻ അയാളുടെ കൂടെ പോകേണ്ടി വരും എന്ന വിഷമത്തിലിരിക്കുന്ന സമയം രാജാവ് തന്റെ ഉത്തരം തെറ്റാണെന്ന് പറഞ്ഞ് അടുത്ത ആളെ അവിടേക്ക് വിളിക്കാനായി പറയുന്നു. അങ്ങനെ പ്രായമായതും ചെറുപ്പക്കാരുമായിട്ടുള്ള കുറേയധികം ആൾക്കാർ പലതരം ഉത്തരങ്ങളെല്ലാം പറഞ്ഞു പോകുന്ന സമയമെല്ലാം രാജകുമാരിക്ക് തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത് ആരാണെന്നറിയാനുള്ള കൗതുകം കൂടുന്നു. അങ്ങനെയിരിക്കെ കാടിന്റെ അകത്ത് ജീവിക്കുന്ന ഒരു ഭീമൻ വ്യക്തി ഈ പന്തയിൽ നടക്കുന്നറിഞ്ഞ് അവിടേക്ക് വന്നതും അയാളുടെ രൂപം കണ്ട ഉടനെ രാജകുമാരി ആ സദസ്സിലുണ്ടായിരുന്ന എല്ലാവരും ഭയക്കുന്നു. ആദ്യമൊക്കെ അയാളെ തടഞ്ഞു നിർത്തിയെങ്കിലും രാജാവ് ഈ ഒരു കോമ്പറ്റീഷൻ തുറന്ന പന്തയമായി വെച്ചിരിക്കുന്നത് കൊണ്ട് അയാൾക്ക് വേറെ നിവർത്തിയില്ലാതെ ആ കാട്ടുവാസിയെ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കേണ്ടി വരുന്നു. കാട്ടുവാസി ആ മൃഗത്തിന്റെ തൊലിയെല്ലാം മണത്തു നോക്കിയ ശേഷം ഇതൊരു ജയന്റ് ഫ്ലീയുടെ തൊലിയാണെന്ന് പറയുന്നു. അങ്ങനെ ആ വ്യക്തി കൃത്യമായി ഉത്തരം പറഞ്ഞതോടെ രാജാവ് രാജകുമാരിനെ അയാളുടെ കൂടെ ജീവിക്കാനായി കാട്ടിലേക്ക് വിടുന്നു.